നഴ്സിംഗ് കഴിഞ്ഞ് MBA ചെയ്യാൻ പറ്റുമോ? MBA നഴ്സിംഗിൻ്റെ ഡ്യൂട്ടിയോടൊപ്പം MBA ചെയ്യാൻ പറ്റുമോ? ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞവർക്ക് MBA ചെയ്യാൻ പറ്റുമോ? എത്ര രൂപയായി? ലിവിങ് എക്സ്പെൻസ് എത്രയാണ്? ജർമ്മനിലാണോ ചെയ്തത്? ഇംഗ്ലീഷിലാണോ ചെയ്തത്? ഇത് നാട്ടിൽ നിന്ന് നഴ്സിംഗ് കഴിഞ്ഞിട്ട് പോയതാണോ, അതോ ഇവിടെ ജർമ്മനി വന്നിട്ട് ബാച്ചിലേഴ്സ് ചെയ്തതാണോ? MBA ചെയ്തുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ്? നമ്മളെ ആർബൈറ്റ് ഗേബർ സപ്പോർട്ട് ചെയ്യുമോ? നമുക്കിത് കഴിഞ്ഞാൽ ജോബ് കിട്ടുമോ? നമുക്ക് എത്ര രൂപ സാലറി? ഇങ്ങനെയുള്ള എല്ലാം കൂടെ ഒറ്റയടിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കാം. സപ്പോസ് ഞാൻ കഴിഞ്ഞ ദിവസത്തേക്ക് എൻ്റെ MBA ജേർണിയെ കുറിച്ച് അറിയാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടാൻ പറഞ്ഞു. എനിക്ക് ഇഷ്ടം പോലെ പേരാണ് എനിക്ക് ക്വസ്റ്റ്യൻസ് അയച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനകത്ത് നിന്ന് പർട്ടിക്കുലറായിട്ട് ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കായിട്ട് ഒരു ഉത്തരം പറയാം. കോഴ്സ് ഇംഗ്ലീഷിലായിരുന്നു അതോ ജർമ്മനിയിലായിരുന്നു? ജർമ്മൻ ലാംഗ്വേജ് ലെവൽ ഏതാണ് വേണ്ടത്? സോ എൻ്റെ കോഴ്സ് എന്ന് പറയുന്നത് English പ്രോഗ്രാം ആയിരുന്നു. സോ അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ ആയിരുന്നു. എൻ്റെ എല്ലാ സബ്ജക്ട്സും എൻ്റെ തീസിസും എല്ലാം ഇംഗ്ലീഷിൽ തന്നെ ആയിരുന്നു. ജർമ്മൻ പഠിക്കാനായിട്ട് ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ ജോബ് മാർക്കറ്റിലോട്ട് ഇറങ്ങിയപ്പോൾ ജർമ്മൻ വേണം. പക്ഷേ എനിക്ക് ഓൾറെഡി ഞാൻ നേഴ്സ് ആയതുകൊണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോഴേ എനിക്ക് B2 ലാംഗ്വേജ് ലെവൽ ഉണ്ട്. പക്ഷേ കോഴ്സ് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ എടുത്തു. നമ്മൾ നാട്ടിലെല്ലാം ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് തന്നെയായിരുന്നു കംഫർട്ട്. ഞാൻ ഇംഗ്ലീഷിലാണ് കോഴ്സ് എടുത്തത്. ക്യാൻ ഐ ഡു മാസ്റ്റേഴ്സ് വൈൽ വർക്കിംഗ് ആസ് എ നഴ്സ് ഇൻ ജർമ്മനി? സോ അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി, ഏത് കോഴ്സ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഇരിക്കും. ഇവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റിയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡ്യുവൽ സ്റ്റഡി പ്രോഗ്രാം ഉണ്ട്, പാർട്ട് ടൈം ആയിട്ട് പഠിക്കുന്ന പ്രോഗ്രാംസ് ഉണ്ട്. അത് നമ്മൾ ചിലപ്പോൾ എംപ്ലോയർ പഠിപ്പിക്കുന്ന പ്രോഗ്രാം ഉണ്ട്. അതെല്ലാം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു എംപ്ലോയർ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസങ്ങളിൽ ഓഫ് ഇട്ട് തരും. നമുക്ക് ക്ലാസ്സിൽ പോയി ആ കൂട്ടത്തിൽ തന്നെ പഠിക്കാൻ പറ്റുകയും സാധിക്കുന്നതാണ്. പിന്നെ ഞാൻ എങ്ങനെ അപ്പോൾ അത് പഠിച്ചെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ എൻഡി പറയാമേ. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ വി ഡു മാസ്റ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ്? ഓഫ് കോഴ്സ് ഇവിടെ ജർമ്മനിയിൽ നമുക്ക് English പ്രോഗ്രാമും ജർമ്മൻ പ്രോഗ്രാമും ഉണ്ട്. നമുക്കിഷ്ടം ഏതാണോ ആ ഒരു രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമുക്ക് ജർമ്മൻ ഒരു B2 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജർമ്മൻ പ്രോഗ്രാംസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെ എംപ്ലോയേഴ്സ് പ്രിഫർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടും. ഇത് എത്ര നാളത്തെ കോഴ്സാണ്? നമുക്കിവിടെ പല ടൈപ്പ് ഓഫ് കോഴ്സസ് കിട്ടുന്നുണ്ട്. 1 year, 1.5, അതുപോലെ 2 year. സോ ഞാൻ എടുത്ത കോഴ്സ് എന്ന് പറയുന്നത് 1.5 year, ബിക്കോസ് അതാണ് ഇവിടെ പ്രിഫറബിൾ ആയിട്ടുള്ളത്. നമ്മളൊരു ജോബിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ 1.5 year അല്ലെങ്കിൽ 90 credits എങ്കിലും മിനിമം ഉള്ള കോഴ്സസ് എടുത്താലേ നമുക്ക് ഈ ജോബ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉള്ളൂ. പിന്നെ ഞാൻ ഈ 1.5 year പിന്നെ 6 month തീസിസും ഉണ്ട്. ഈ 2 വർഷം കൊണ്ടൊന്നും കോഴ്സ് തീർത്തില്ല. സമയത്തിൻ്റെ പരിമിതി കൊണ്ടും വേറെ കുറേ പേഴ്സണൽ കാര്യങ്ങളുള്ളത് കൊണ്ടും ഞാനും ഇതൊരു 2-2.5 വർഷം കൊണ്ടാണ് കോഴ്സ് തീർത്തത്. വാട്ട് ആർ ദ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എ നേഴ്സ് ആഫ്റ്റർ ഡൂയിങ് MBA? ഇവിടെ ഒരു നേഴ്സ് എന്ന് പറഞ്ഞ പദത്തിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് MBA കഴിയുന്ന എല്ലാവർക്കും ഒരേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് ജർമ്മനിയിലുള്ളത്. പിന്നെ കൂടുതൽ പേര് പ്രിഫർ ചെയ്യുന്നത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ആ ഹോസ്പിറ്റലായിട്ട് ചുറ്റപ്പെട്ട കാര്യങ്ങളിൽ തന്നെ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ എടുക്കുന്ന ഏത് MBA ആണെന്നുള്ളത് ഒന്ന് ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഹോസ്പിറ്റൽസിലാണെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ കയറാം, പ്രൊക്യൂർമെൻറ്റിൽ കയറാം, സപ്ലൈ ചെയിനിൽ കയറാം, അതുപോലെ കൺട്രോളിങ്ങിൽ കയറാം. ഇതൊന്നും ഇല്ല വേണ്ട സെയിൽസിൽ കയറാം. പിന്നെ ഹോസ്പിറ്റലിലേ അല്ലാതെ നമുക്ക് പുറത്ത് വേണമെങ്കിൽ നമ്മുടെ MBA ബേസിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ഫ്ലുവൻ്റ് ആണ്, C1 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് പൊസിഷൻ, സെയിൽസ് പൊസിഷൻ ഒക്കെ കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലാണ്. BSc നഴ്സിംഗിൻ്റെ ആയിട്ടാണോ മാസ്റ്റേഴ്സ് എടുത്തത്? സോ അല്ല, BSc നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളത് വൈറ്റർ ബിൽഡിംഗ് ആണ്. നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ഈ പ്രാക്ടീസ് സൺലൈറ്റ് എന്ന് വെച്ചാൽ പിള്ളേരെ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്ലിനിക്സിൽ മാത്രം പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ലിങ്ക് നഴ്സ്, ഇൻഫെക്ഷൻ, അങ്ങനത്തെ നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട മാസ്റ്റേഴ്സ് അല്ല, വൈറ്റർ ബിൽഡിംഗ് നമുക്ക് ചെയ്യാം. പക്ഷെ അത് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ഉപകാരമില്ല. നമുക്ക് സാലറിയിൽ ഭയങ്കര ഒരു ഇൻക്രിമെൻ്റ് ഇല്ല. നമ്മൾ വേറൊരു രാജ്യത്തോട്ട് പോയാലും അത് വെച്ചിട്ട് യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റ്സും ഇല്ല. ഞാൻ നഴ്സിംഗ് അല്ലാത്ത മാസ്റ്റേഴ്സാണ് എടുത്തത്. ഹലോ ചേച്ചി, ഹൗസ് ബിൽഡിങ്ങിന് ശേഷം സ്റ്റുഡൻറ് കോളേജ് ചെയ്താലാണോ മാസ്റ്റേഴ്സ് പറ്റുന്നത്? നമ്മൾ സ്റ്റുഡൻറ് കോളേജ് ചെയ്യുന്നത് ബാച്ചിലേഴ്സിന് വേണ്ടിയാണ്, മാസ്റ്റേഴ്സിന് വേണ്ടിയല്ല. നമുക്ക് മാസ്റ്റേഴ്സിന് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാച്ചിലേഴ്സ് ഉണ്ടാവണമെന്നാണ്. അതൊരു 180 ക്രെഡിറ്റ് തൊട്ട് 240 ക്രെഡിറ്റ് വരെ ഉണ്ടെങ്കിലാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്നത്. സോ എനിക്ക് 4 year കോഴ്സാണ് ഞാൻ ചെയ്തത്. സോ എനിക്ക് 240 ക്രെഡിറ്റ്സ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. സോ അഡ്മിഷൻ കിട്ടാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ ടെക്നിക്കൽ ഫീൽഡിൽ എപ്പോഴും 240 ക്രെഡിറ്റും, മാനേജ്മെൻറ്റിൽ അവർ 180 ക്രെഡിറ്റ് ആണെങ്കിലും അവർ വെൽക്കമിങ് ആണ്. സോ മാസ്റ്റേഴ്സിന് സ്റ്റുഡൻറ് കോളേജ് വേണ്ട, ബാച്ചിലേഴ്സ് മാത്രം മതി. ബാച്ചിലേഴ്സ് എടുക്കാനാണ് നമ്മൾ സ്റ്റുഡൻറ് കോളേജ് ചെയ്യുന്നത്. ഹാവ് യു ഡൺ സ്റ്റുഡൻറ് കോളേജ് കോസ്റ്റ്? ഞാൻ സ്റ്റുഡൻറ് കോളേജ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ നാട്ടിൽ നിന്ന് ഓൾറെഡി ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് സ്റ്റുഡൻറ് കോളേജ് ചെയ്യേണ്ട വന്നിട്ടില്ല. പിന്നെ അത് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിന് പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നും ആയിട്ടില്ല, 0 cost. And which MBA you did? After this course, what is your plan? സോ ഞാനൊരു BSc നഴ്സാണ്. ഞാൻ 4 വർഷം നാട്ടിൽ 2014 to 2018 4 വർഷം BSc നഴ്സിംഗ് പഠിച്ചൊരു വ്യക്തിയാണ്. ആൻഡ് വിച്ച് MBA you did? ഞാൻ MBA എടുത്തത് ഒരു ബേസിക്
മാനേജ്മെൻറ്റ് കോഴ്സിലാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് പേര് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യുന്നവരെ പരിചയപ്പെട്ടപ്പോൾ ഒരുപാട് പേര് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലാണ് മാസ്റ്റേഴ്സ് ചെയ്തത്. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവർ ഹോസ്പിറ്റലായിട്ട് മാത്രം ചുരുങ്ങി പോകുന്നു, അവർക്ക് വേറൊരു ജോബ് പ്രോബബിലിറ്റി ഇല്ല. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കുറേ സ്റ്റഡീസൊക്കെ നടത്തി. നമുക്ക് ഇപ്പോൾ ജോബ് മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പോൾ ജോബ് കിട്ടണമല്ലോ, നമ്മൾ എന്തെങ്കിലും ഒന്ന് മാസ്റ്റേഴ്സ് ചെയ്യുന്നതിലല്ലല്ലോ കാര്യം. അപ്പോൾ ഞാൻ ഫ്യൂച്ചർ നോക്കി എല്ലാം നോക്കി. ഇപ്പോൾ വേറൊരു കൺട്രി പോകണമെങ്കിലും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ജോബ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 100-ൽ 10 ചുരുങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നോർമൽ സ്പെഷ്യലൈസേഷൻ ഇല്ലാത്ത മാനേജ്മെൻറ്റ് MBA ചെയ്തത്. അതാകുമ്പം എനിക്ക് ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യാം, പുറത്തുള്ള ഫിർമ അഥവാ കമ്പനീസിലും വർക്ക് ചെയ്യാം. അതുകൊണ്ട് അതിനൊരു പ്രശ്നമില്ലാണ്. പിന്നെ ആൻഡ് ദിസ് കോഴ്സ് വാട്ട് ഈസ് യുവർ പ്ലാൻ? കറൻ്റ്ലി എനിക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല, കാരണം ഇവിടുത്തെ എക്കണോമി ഭയങ്കര ഇതാണ്. പിന്നെ ഞാൻ വേറൊരു പ്ലാൻ ചെയ്യാനായിട്ടുള്ള ഫിനാൻഷ്യൽ ഇതിലല്ല നിൽക്കുന്നത്. നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണല്ലോ മുഖ്യം. സോ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ആയതിനു ശേഷം വേറെ കാര്യങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യാനാണ് ആലോചിച്ച് വെച്ചേക്കുന്നത്. നേഴ്സ് ടു MBA ജേണി എക്സ്പ്ലെയിൻ ചെയ്യാമോ? സോ നേഴ്സ് ടു MBA ജേണി എന്ന് പറഞ്ഞാൽ ഞാൻ നഴ്സിംഗ് കഴിയുന്നതിന് മുമ്പേ, അതിന് മുമ്പേ തന്നെ എനിക്ക് മാസ്റ്റേഴ്സൊക്കെ പുറത്ത് എടുക്കണമെന്നുണ്ട്. ബിക്കോസ് എൻ്റെ ഫാമിലി ഒരുപാട് പേര് പുറത്ത് വന്ന് അന്നത്തെ കാലത്തെ ജർമ്മനി, ഓസ്ട്രേലിയ, UK പോയി മാസ്റ്റേഴ്സ് എടുത്തവരാണ്. അപ്പോൾ എനിക്ക് അന്നേ ഭയങ്കര ആഗ്രഹം ഇവരുടെയൊക്കെ ഒപ്പം ഇവരുടെയൊക്കെ പോലെ തന്നെ പോയി എടുക്കണം എന്നുള്ളത്. പക്ഷേ ഓരോരുത്തരുടെ വീട്ടിലെ സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്ന കോഴ്സസും വളരെ ഡിഫറെൻ്റ് ആണ്. അവരെല്ലാം മിക്കവരും എടുത്തത് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസാണ്. സോ ഞാൻ +2 ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വളരെ പ്രഷർ ഉണ്ടായിരുന്നു, നഴ്സിംഗ് എടുത്താൽ മതി, നഴ്സിംഗ് എടുത്താലേ രക്ഷപ്പെടൂ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ അന്നുമുണ്ട് ഇന്നുമുണ്ട്. സോ എന്നെ വളരെ പ്രഷർ ചെയ്ത് നഴ്സിംഗ് ഞാൻ എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് എടുത്തു. അപ്പം നഴ്സിംഗ് എടുത്തപ്പോഴും മാസ്റ്റേഴ്സ് എടുക്കണമെന്നുണ്ട്. പക്ഷേ അതിനുള്ള സമയമോ സാഹചര്യമോ ഒന്നും എനിക്കില്ലായിരുന്നു. ഞാൻ പഠിത്തം കഴിഞ്ഞപ്പോഴേ പറഞ്ഞു ഓക്കെ എങ്കിൽ പിന്നെ ചലോ ജർമ്മനി, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ വരാൻ പറ്റുന്ന ഒരു രാജ്യം ഈ ഒരു രാജ്യം മാത്രമായിരുന്നു അന്നത്തെ സമയത്ത്. സോ ഞാൻ ജർമ്മനി വന്നു. സോ ആ സമയത്ത് എൻ്റെ കസിൻസ് തന്നെ ഇവിടെ ഒരുപാട് പേര് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ജോബിന് കയറിയവരുണ്ടായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യത്തിനുള്ളിൽ ഭയങ്കര അപകർഷതാബോധമായിരുന്നു. അയ്യോ എനിക്കും പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്, പഠിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ല, എന്നിട്ടും ഒരു മാസ്റ്റേഴ്സ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിലാണേലും പുറത്തെ ഹോസ്പിറ്റലിലാണേലും ഒക്കെ മലയാളീസിനെ, ഇന്ത്യൻസിന് ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് എടുത്തിട്ട് ജോബിന് കയറിയവരെ കണ്ടു, ഞാൻ പരിചയപ്പെട്ടു. ഞാൻ അവരോട് കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ ഈ ചോദിച്ച പോലെ തന്നെ ഞാൻ അവരോട് കാര്യങ്ങൾ ചോദിച്ചു, അവരെങ്ങനെ എടുക്കും എന്ന് ചോദിച്ചു. സോ ഞാൻ അതെല്ലാം ഫോളോ അപ്പ് ചെയ്ത് ഞാൻ അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തി. പിന്നെ എന്ത് കോഴ്സ് എടുക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ലിങ്ക്ഡിൻ വഴി എൻ്റെ പ്രൊഫൈലിൽ വന്നിട്ടുള്ളവരെ ഞാൻ കണ്ടുപിടിച്ച് ഞാൻ അതിനൊക്കെ വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു ഡിസിഷനിലെത്തി, എന്തെങ്കിലും ഒരു കോഴ്സ് ഇത് MBA എടുക്കണം, ബേസിക് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സെക്ടറിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു ഫോളോ അപ്പ് ചെയ്ത് ഞാൻ MBAക്ക് ചേർന്നു. ആ സമയത്ത് ടെക്നിക്കലി എനിക്ക് എല്ലാം കൂടെ ഒത്തു വന്നു, സമയവും കാര്യങ്ങളും പൈസയും എല്ലാം കൂടെ കർത്താവ് ശരിയാക്കി തന്നെന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയിലായിരുന്നു. സോ ഞാനങ്ങനെ MBA എടുത്തു. ഞാനിപ്പോൾ MBA എടുത്തിട്ട് ആക്ച്വലി 1 ഇയർ കഴിഞ്ഞു. ഇവിടുത്തെ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം MBA എടുത്ത അടുത്ത വർഷമായിരിക്കും ഗ്രാജുവേഷൻ. ഞാൻ കഴിഞ്ഞ വർഷം MBA എൻ്റെ കഴിഞ്ഞതാണ്, പക്ഷേ ഈ വർഷമായിരുന്നു എൻ്റെ കോഴ്സ് എന്ന് മാത്രമേ ഗ്രാജുവേഷൻ എന്ന് മാത്രം. ഈസ് വർക്ക് എക്സ്പീരിയൻസ് റിക്വയർഡ് ഫോർ ഡൂയിങ് MBA ഇൻ ജർമ്മനി ആൻഡ് ഹാവ് യു റിട്ടൺ എനി എക്സാംസ് ലൈക്ക് GMAT? വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളതായിട്ട് കൂട്ടാം. പക്ഷേ ഇവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് വർക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. പിന്നെ GMAT പോലുള്ള എക്സാംസ് എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. GMAT ഒക്കെ വേണ്ടത് കാനഡ പോലുള്ള രാജ്യങ്ങളാണ്. ഇവിടെ വേണ്ടത് IELTS എക്സാമാണ്. പിന്നെ ഞാൻ ജർമ്മനി തന്നെയുള്ള ഒരാളായതുകൊണ്ടും എനിക്ക് ഇവർ വിസ സപ്പോർട്ട് ചെയ്യേണ്ടാത്ത ഒരാളായതുകൊണ്ടും എനിക്ക് IELTS എക്സ്പെക്ഷൻ കിട്ടിയായിരുന്നു. ഞാൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഞാൻ പഠിച്ചത്, ഞാൻ LKG തൊട്ട് നഴ്സിംഗ് വരെ പഠിച്ചത് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അതിൻ്റെ ബേസിൽ എനിക്ക് IELTS വേണ്ട എന്നുള്ളൊരു എക്സ്പെക്ഷൻ കിട്ടിയിട്ടാണ് ഞാൻ MBAക്ക് ചേർന്നത്. നേഴ്സായിട്ട് വന്നിട്ട് നമുക്ക് എന്തൊക്കെ മാസ്റ്റേഴ്സ് എടുക്കാം? ഫീസ്, ഡ്യൂറേഷൻ, റിക്വയർമെൻറ്റ്, വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ആയിരിക്കും ഉദ്ദേശിച്ചത്. നേഴ്സായിട്ട് വന്നിട്ട് നമുക്ക് എന്ത് മാനേജ്മെൻറ്റ് ബേസ്ഡ് ഉള്ള എന്ത് MBA വേണമെങ്കിലും എടുക്കാം. സോ അതിന് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഇപ്പോൾ ടെക്നിക്കൽ ഫീൽഡിൽ MBAs ഒന്നും എടുക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അല്ലാതെ ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ളത് എന്ത് MBA കോഴ്സസ് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഫീസ് നമ്മൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റി പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്നുള്ളതനുസരിച്ച് വേരി ചെയ്യും. പബ്ലിക് ആണെങ്കിൽ ഫീസ് ഇല്ല, പ്രൈവറ്റ് ആണെങ്കിൽ ഏത് പ്രൈവറ്റ് കോളേജ് ആണോ എന്നുള്ളതനുസരിച്ച് വേരി ചെയ്യും. ഡ്യൂറേഷൻ നേരത്തെ പറഞ്ഞ കണക്ക് 6 മന്തും 6 മന്ത് ഇല്ല, 1 ഇയർ, 1.5 ഇയർ, 2 ഇയർ കോഴ്സസ് ഉണ്ട്. പിന്നെ ഇതിന് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി, സോ ഒരുപാട് പേര് ഇപ്പം നഴ്സിംഗ് ഫീൽഡിൽ നിന്ന് വരുന്നത് വരെ ആണെങ്കിൽ അവർ മിക്കവാറും വർക്ക് ചെയ്ത് കാണുക ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സെക്ടറിൽ തന്നെ. ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൽ തന്നെ ഒരുപാട് ഫീൽഡുണ്ട്. സസ്റ്റൈനബിലിറ്റി ഉണ്ട്, പ്രൊക്യൂർമെൻ്റ് ഉണ്ട്, പ്രൊജക്ട് മാനേജ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഈ അപ്രഷൻസ് എന്ന് പറഞ്ഞൊരു
ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ബില്ലെല്ലാം ഡിവൈഡ് ചെയ്യുന്നത്, സെയിൽസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, എവിടെ വേണോ നമുക്ക് വർക്ക് ചെയ്യാം. സോ അത് ആദ്യം ഒരു ഇൻറ്റേൺഷിപ്പ് കിട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. ആദ്യം ഒരു സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കയറി പോകാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്ത ഇഷ്ടം പോലെ പേരെ ഇവിടെ കണ്ടിട്ടുണ്ട്. അവരെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ ഡിപ്പെൻഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ട് അവർ പിന്നെ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണ്. അത് പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവരാരും വീഡിയോ ചെയ്യാത്തതുകൊണ്ട് പുറത്ത് ഒരുപാട് പേര് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഈസ് ദാറ്റ് ടു കോസ്റ്റ്ലി ആൻഡ് ഈസ് ദാറ്റ് ലൈക്ക് അവർ ഓപ്പൺ സ്കൂൾ മെത്തേഡ്? ടു കോസ്റ്റ്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു 9 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ടു കോസ്റ്റ്ലി തന്നെയാണ്. ഒരുപാട് പേരെ സംബന്ധിച്ചല്ല. ഒരുപാട് പേര് 16-22 ലക്ഷം രൂപ കൊടുത്ത് വേറെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ വരാറുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് എ നോർമൽ കോസ്റ്റ്. ഇവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരുപാട് പേരുടെ ഒരു നോർമൽ കോസ്റ്റാണ് ഈ 9,000 euro എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ഓപ്പൺ സ്കൂൾ മെത്തേഡ് വെച്ചാൽ ഒരിക്കലുമല്ല. ഞാൻ പഠിച്ചത് ആഡൻ യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ അറ്റൻഡൻസ് വിഷയമാണ്, സമയത്ത് ക്ലാസ്സിൽ കയറണമെന്ന വിഷയമാണ്. എനിക്ക് ആ സമയത്ത് കുറച്ച് ലീവ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം തുടക്ക സമയത്ത് ഞാൻ എൻ്റെ എംപ്ലോയറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകും, എനിക്ക് ആ സമയങ്ങളിൽ ഓഫ് വേണമെന്നുള്ളത്. കൃത്യമായിട്ട് അവർ ഓഫ് ഇട്ട് തരും. ഞാൻ ന്യൂറംബർഗ് ടു ബെർലിൻ ട്രാവൽ ചെയ്ത് തന്നെയാണ് കോഴ്സ് അറ്റൻഡ് ചെയ്തത്. പിന്നെ എനിക്ക് മെഡിക്കലി ഞാൻ ഒരു ലോങ് ലീവ് എടുത്തായിരുന്നു. ആ സമയത്ത് എനിക്ക് ലീവ് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാനും ക്ലാസ്സിൽ പോകാനും എല്ലാം കുറച്ചും കൂടെ എളുപ്പമായിരുന്നു, കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരുന്നു എൻ്റെ കാര്യങ്ങൾ. അതുപോലെ എൻ്റെ പഠിപ്പിച്ച പ്രൊഫസേഴ്സ് ആണെങ്കിലും കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ക്ലാസ്സിൽ പോകുന്നത്. പക്ഷേ ഓപ്പൺ സ്കൂൾ മെത്തേഡാണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഇവിടെ നോർമൽ MBA തന്നെയാണ്. എല്ലാവരും പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്ത് അസൈൻമെൻറ്റ് വെച്ച് തീസിസും വെച്ച് എല്ലാം പക്ക സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ഐ ആം ഓൾസോ എ നഴ്സ് സെറ്റിൽഡ് ഇൻ ജർമ്മനി ആൻഡ് വാണ്ട് എ കരിയർ ചേഞ്ച്. പ്ലീസ് എക്സ്പ്ലെയിൻ അബൌട്ട് ദാറ്റ്. നമുക്കൊരു നേഴ്സാണ്, ജർമ്മനിയിൽ സെറ്റിൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കരിയർ ചേഞ്ചസ് പറ്റും. ഓൾറെഡി വൈറ്റർ ബിൽഡിങ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലോ ഓൾഡ് ഏജ് ഹോമിലോ എന്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും നമുക്കറിയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം കരിയർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നഴ്സിങ്ങിനെ മാറണമെന്നാണ്. നമുക്കിവിടെ ഫിനാൻസ് ആമിറ്റി പോയി പറഞ്ഞ് നമുക്ക് വേറെ കോഴ്സസ് പഠിക്കാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ചെയ്ത കണക്ക് സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് പൈസ എടുത്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെയുള്ള ഒരുപാട് നഴ്സുമാർ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ പറയാറുണ്ട് പ്രൊഫഷൻ മാറണം, കരിയർ മാറണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ പരസ്പരം പറയാറ് മാത്രമേ ഉള്ളൂ. ഒരു ഇനിഷ്യേഷൻ എടുക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പൈസ കൊണ്ട് അടയ്ക്കാൻ പറഞ്ഞാലോ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഇത്രയും പൈസ അടയ്ക്കണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ്, ഇത് നടക്കുമല്ലോ. എനിക്കും ആ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നടക്കട്ടെ, ഇല്ലെങ്കിൽ ഇല്ല. എന്തായാലും എൻ്റെ മമ്മിയൊക്കെ പറഞ്ഞേക്കാം, നമ്മൾ ഒരിക്കലും പഠിച്ച സർട്ടിഫിക്കറ്റ് നമുക്ക് ഒരിക്കലും വേസ്റ്റ് ആകത്തില്ല, അത് എന്നും നമ്മുടെ കൂടെ തന്നെ കാണും. സോ എന്തായാലും പഠിത്തമല്ലേ, അതെന്തായാലും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ലല്ലോ. പിന്നെ എനിക്കിപ്പം എന്തൊക്കെ പോസിബിലിറ്റി വരുന്നുണ്ട് അല്ലെങ്കിൽ കരിയർ ചേഞ്ച് ഓപ്ഷൻ വരുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വരുന്നുണ്ട്. പക്ഷേ എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് പ്രോബേഴ്സായിട്ട് പോകാനായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല. പിന്നെ സാലറി കുറഞ്ഞു പോകാനായിട്ടുള്ളൊരു ഇതുമില്ല. എന്ന് വെച്ചാൽ ഞാൻ വൺസ് ഒന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് സാലറി കുറവാണെങ്കിലും ഞാൻ എൻ്റെ കരിയർ സ്വിച്ച് ചെയ്യും. പക്ഷെ ഇപ്പം ഞാൻ ആ റിസ്ക് എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലല്ല. സോ നമുക്ക് നഴ്സിംഗ് ആണ്, കരിയർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കുറച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്ത് ഇനിഷ്യേഷൻ എടുത്ത് നമ്മൾ കൊണ്ടുപോയി ഫീസ് അടച്ച് പഠിച്ചു തുടങ്ങാം. ബാക്കിയെല്ലാം ആ ഒരു ഫ്ലോയിൽ അങ്ങ് നടന്നോളൂ. ആഫ്റ്റർ ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് ഡിഡ് യു ഗോ ഫോർ MBA? ഒരിക്കലുമല്ല. ബിക്കോസ് ഇവിടെ ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് പോകാൻ പറ്റത്തില്ല ഒരു രാജ്യത്തും. അതിപ്പോൾ ഇന്ത്യ എന്നല്ല ജർമ്മനി എന്നല്ല, ഒരു രാജ്യത്തും ഡിപ്ലോമ കഴിഞ്ഞവർക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാച്ചിലേഴ്സാണ്. നമ്മൾ ഹൗസ് ബിൽഡിംഗ് എടുക്കുന്നവരൊരു കാര്യം ഓലോചിക്കുക, ഇത് ജസ്റ്റ് ഒരു ഡിപ്ലോമ മാത്രമാണ്. നിങ്ങൾ ആ ഡിപ്ലോമ എടുത്തു കഴിഞ്ഞാൽ ആ ഡിപ്ലോമയിൽ തന്നെ നിങ്ങളുടെ ജീവിതം ഹോമിക്കേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ വൈറ്റർ ബിൽഡിംഗ് ചെയ്യാവുന്നുള്ളൂ. അതായത് ഭയങ്കര ഒരു ഫിനാൻഷ്യൽ സെറ്റിൽമെൻറ്റ്, ലൈഫ് കരിയർ ചേഞ്ച് ഇതൊന്നും ലൈഫിൽ ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റീസ് ആർ വെരി വെരി ലെസ്. പിന്നെ നമുക്ക് മാനേജ്മെൻറ്റിലോട്ടൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 3 ഇയർ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് എടുക്കാം. സോ അത് പിന്നെയും 3 ഇയർ പഠിച്ചതിന് ശേഷം മാറാൻ പറ്റും. അല്ലാതെ നമുക്ക് മാസ്റ്റേഴ്സ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാച്ചിലേഴ്സ് തന്നെ വേണം. ഇവിടെ ഡിപ്ലോമ അഥവാ ഹൗസ് ബിൽഡിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെറും ക്വാളിഫിക്കേഷൻ 8ാം ക്ലാസ് മതി. അത് ഇവിടുത്തെ കമ്പനീസിനും അറിയാം. സോ അത്രയ്ക്കും ആകാത്ത ആൾക്കാരാണല്ലോ നമ്മൾ ഈ 8ാം ക്ലാസ് കഴിഞ്ഞ് ഹൗസ് ബിൽഡിംഗ് പോകുന്നവരും. ഹൗസ് ബിൽഡിംഗ് മോശമാണെന്നല്ല പറഞ്ഞത്, അതും ഒരു ജോബ് തന്നെയാണ്. പക്ഷേ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എടുക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് സാധിക്കൂ. ഭയങ്കര റെയറായിട്ട് വളരെ ചില യൂണിവേഴ്സിറ്റീസ് മാത്രം ഈ ഹൗസ് ബിൽഡിങ്ങിന് ശേഷം ഈ ഷോർട്ട് ടൈം കോഴ്സസ് ചെയ്ത് കഴിയുമ്പോൾ ആ ക്രെഡിറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് അഡ്മിഷൻ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു എംപ്ലോയറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരത് ഒട്ടും വെൽക്കമിങ് അല്ല. ബിക്കോസ് ബാച്ചിലേഴ്സ് പഠിക്കുന്നവരുടെ ഒരു ഇതും ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്നവരുടെ ഒരു ഇൻ്റലിജൻസും ഇവിടുത്തെ എംപ്ലോയീസിന് ഭയങ്കര ഡിഫറൻസ് അറിയാം. അതുകൊണ്ട് അവർ അത്ര വെൽക്കമിങ് അല്ല. അത് നഴ്സിംഗ് ഇവിടെ MBA എടുക്കാൻ പറ്റുമോ?
ഹൗ ടു മാനേജ് യുവർ സ്റ്റഡീസ് വിത്ത് ജോബ്. കൺഗ്രാജുലേഷൻ, താങ്ക് യു. ആൻഡ് എം ബിയുടെ കൂടെ നഴ്സിംഗ് ജോബിൻ്റെ കൂടെ മാസ്റ്റേഴ്സ് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പറ്റും. പക്ഷെ നമ്മുടെ എംപ്ലോയർ സമ്മതിക്കണം. ഞാൻ എൻ്റെ എംപ്ലോയറിനോട് ചോദിച്ച സമയത്തേക്ക് എംപ്ലോയർ സമ്മതിച്ചായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് എംപ്ലോയേഴ്സ് നമുക്ക് എടുക്കേണ്ട മാസ്റ്റേഴ്സ് പേ ചെയ്യും. ഇപ്പം എൻ്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എംപ്ലോയർ എനിക്ക് കുറേ മാസ്റ്റേഴ്സ് കോഴ്സ് തന്നായിരുന്നു. അവരത് പേ ചെയ്യാനും ബില്ലിംഗ് ആയിരുന്നു. പക്ഷെ അവർ തന്ന മാസ്റ്റേഴ്സ് കോഴ്സിനോട് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഓക്കെ അല്ലായിരുന്നു. ബിക്കോസ് അത് ആ ഹോസ്പിറ്റൽ ഫീൽഡിൽ നിന്നൊന്ന് പുറത്തു പോകാനായിട്ട് ലൈഫിൽ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് MBA മാസ്റ്റേഴ്സ് കോഴ്സസ് ആയിരുന്നു. സോ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കിത് വേണ്ട, ഞാൻ പുറത്തുനിന്ന് എടുത്തോളാം, എനിക്ക് കറക്റ്റായിട്ടുള്ള ഓഫ് ലീവും തന്നായിരുന്നു. ആദ്യം കുറേ ഇനിഷ്യലി എനിക്ക് കുറേ വെക്കേഷൻസ് ഓഫും എല്ലാം തന്നു. പിന്നെ ഞാൻ കുറേ നാളത്തേക്ക് ലീവായിരുന്നു എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും ഉണ്ട്. സോ അത്രയും നാൾ ലീവായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം ഞാൻ പക്കായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഞാൻ മാസ്റ്റേഴ്സ് എടുത്തു. ഞാൻ പഠിച്ചു, അസൈൻമെൻറ്റ്സ് ചെയ്തു, തീസിസ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ഒരുപാട് പേര് ഈ ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുന്നവരുണ്ട്. പക്ഷെ അപ്പം ഈ 100% വർക്ക് ചെയ്യുന്നതൊന്നും പോസിബിൾ ആയിരിക്കത്തില്ല. 50 ആയിരിക്കും, ചിലപ്പോൾ 75 ആയിരിക്കും. പക്ഷെ നമ്മൾ എംപ്ലോയോട് സംസാരിക്കുക എങ്ങനെയാണ്. പിന്നെ ഡ്യുവൽ സ്റ്റഡി ചെയ്യുന്നവർക്കാണ് യാതൊരു തരത്തിലും ഫിനാൻഷ്യലി അഫക്റ്റ് ചെയ്യത്തില്ല. അവർക്ക് കിട്ടുന്ന അതേ സാലറി അതുപോലെ തന്നെ കിട്ടും. എൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ ഞാൻ ലീവായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്ക് സമാധാനപരമായിട്ടിരുന്ന് പഠിക്കാം. ആദ്യത്തെ കുറച്ച് നാൾ അവർ വളരെ നല്ല രീതിയിൽ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തു. പിന്നീട് അങ്ങോട്ടുള്ളത് എനിക്ക് ലീവും കാര്യങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോയി. അപ്പോഴേക്കും എനിക്ക് പഠിച്ച് ലീവ് തീർന്ന് കഴിഞ്ഞ് കയറിയപ്പോഴേക്കും ഞാൻ ഓൾറെഡി MBA കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് എൻ്റെ ഗ്രാജുവേഷൻ വന്നതേ ഉള്ളൂ. പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് MBA ചെയ്തത്. സോ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലല്ല ഞാൻ MBA ചെയ്തത്. കാരണം ഞാൻ ആദ്യം പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാതായിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞു ഇപ്പോൾ ഇന്ത്യക്കെല്ലാം അഡ്മിഷൻ എല്ലാം ക്ലോസ് ആയിരുന്നു, പിന്നെ 6 മന്ത് വെയിറ്റ് ചെയ്യണം. എനിക്ക് ആ സമയത്ത് വെയിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം പീരീഡ് ഇല്ലായിരുന്നു. എനിക്ക് സഡൻ ആയിട്ട് ചെയ്യണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ കോഴ്സസ് എന്ന് പറയുന്നത് മെഡിക്കൽ റിലേറ്റഡ് തന്നെ കോഴ്സസ് ആയിരുന്നു. പക്ഷെ ഞാൻ അത് പഠിക്കുന്ന ആൾക്കാരെ ഞാൻ ഇവിടെ ലിങ്ക്ഡിൻ വഴി കണ്ടുപിടിച്ച് ഞാൻ അവരോട് സംസാരിച്ചപ്പോഴേക്കും ഒരു സബ്ജക്റ്റിന് ഇടുന്ന ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരുന്നു. സോ 5 ക്രെഡിറ്റ് 3 ക്രെഡിറ്റ് ഒക്കെ വെച്ച് ഓരോ സബ്ജക്ട്സ് എഴുതി വന്ന് പിന്നെ തീസിസും ചെയ്ത് പോകാനായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്കില്ലായിരുന്നു. പിന്നെ എനിക്കൊരു മെഡിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്തും കൂടെ ആയിരുന്നു. ആ സമയത്ത് ഇതെല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു മെൻ്റൽ ഇതും ഇല്ലായിരുന്നു. പിന്നെ ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും എനിക്ക് സാലറി കിട്ടുന്ന ഒരാളായതുകൊണ്ടും എനിക്ക് ഫീസ് അടച്ച് പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പബ്ലിക്ക് വേണമെങ്കിൽ നമുക്ക് പബ്ലിക്ക് തീർച്ചയായിട്ടും എടുക്കാം. പക്ഷെ അപ്പം അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. നമ്മൾ ഒരു കാര്യം അന്വേഷിക്കാതെ മുന്നോട്ട് പുറപ്പെട്ടു പോകരുത്. വൈ ഡിഡ് യു ചൂസ് MBA ആഫ്റ്റർ നഴ്സിംഗ്? എന്തുകൊണ്ടാണ് MBA എടുത്തെന്നുള്ളത് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നഴ്സിംഗ് പഠിച്ചു തുടങ്ങിയവർക്ക് അറിയാം, വളരെ കഷ്ടപ്പാടുള്ളൊരു ജോലിയാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. സോ ബിക്കോസ് ഇതെനിക്ക് അറിയത്തില്ല എന്നുള്ള ചോദ്യം വേണ്ട. നാട്ടിൽ ഞാൻ പഠിച്ചപ്പോൾ ഉള്ള നഴ്സിംഗ് അല്ല ഞാൻ ഇവിടെ ചെയ്യുന്നത്. നാട്ടിൽ വളരെ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിരുന്നു. ഇഞ്ചക്ഷൻ ചെയ്യുക, ബ്ലഡ് എടുക്കുക, ഇതൊക്കെയായിരുന്നു ഞാൻ പഠിച്ച നഴ്സിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇപ്പം തന്നെ എനിക്ക് ഓൾറെഡി നടുവേദന, നടുമുതിരിമിച്ച് നടക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്കൊരു ജോബ് സ്വിച്ച് ചെയ്യണമെന്നുള്ള കാര്യം വന്നപ്പോഴേക്കും എല്ലാവർക്കും തന്നെ ജോബ് പ്രൊഫഷൻ മാറണം എന്നുള്ളൊരു ഇതാണ്. അപ്പം ഒരാൾക്ക് അങ്ങനെ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ മറ്റുള്ളവരെക്കാളും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പഠിച്ചിരിക്കണം. അപ്പോൾ എനിക്ക് ആകപ്പാടുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ചെയ്യാം. നമുക്ക് വൈറ്റൽ ബിൽഡിങ് ചെയ്യാം. പക്ഷേ ഈ മാസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ 2 വർഷം ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ടും സാലറി വലിയ വ്യത്യാസമൊന്നുമില്ല. മാക്സിമം ഒരു 200 യൂറോ ഒക്കെ ആയിരിക്കും കൂട്ടി കിട്ടുന്നത്. സോ അതിന് വേണ്ടി ഈ 2 വർഷം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, പിന്നെ ആ മെഡിക്കൽ ഫീൽഡിൽ തന്നെ നിൽക്കണം, ഇത് വന്നു കഴിഞ്ഞാൽ മാറാൻ പറ്റത്തില്ല എന്നുള്ളത് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് സെക്ടറിൽ ചെയ്തത്. അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനോ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലോട്ടോ തന്നെ നമുക്ക് മാറാനായിട്ടുള്ള പ്രോബബിലിറ്റി ഉണ്ട്. പിന്നെ അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ആണ്. നമ്മളൊരു മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും അവർക്ക് നമ്മുടെ CV കാണുമ്പോഴേക്കും ആ ഒരു ഇത് തോന്നും. ഞാൻ പക്ഷേ ഒറ്റയ്ക്കൊന്നും എടുത്ത ഡിസിഷൻ അല്ല. ഞാനിത് ഞങ്ങളുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ തൊട്ട് PDയിൽ തൊട്ട് എല്ലാവരോടും ഇത് ഡിസ്കസ് ചെയ്ത് ഓക്കെ ഇത് കൊള്ളാവോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് നമ്മൾ എടുത്തത്. ഹൗ ഡിഡ് യു ഗോട്ട് അഡ്മിഷൻ? അഡ്മിഷൻ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ടാണ് അഡ്മിഷൻ കിട്ടിയത്. നമുക്കിപ്പം എന്നെ ആരെങ്കിലും സഹായിച്ചോ അല്ലെങ്കിൽ വേറൊരു ഏജൻസി ആണോ എനിക്ക് വേണ്ടി ചെയ്തതെന്ന് ചോദിച്ചോ ഒരിക്കലുമല്ല. നമുക്ക് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ടൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വേണ്ട ഒരു കാര്യം, നമുക്ക് വേണ്ട കോഴ്സാണോ, നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, നമുക്ക് ഫ്യൂച്ചറിൽ ഈ രാജ്യത്തല്ല വേറൊരു രാജ്യത്ത് പോലും നമുക്ക് എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ടെന്ന് അറിയുന്നതാണ്. സോ ഞാൻ എൻ്റെ കോഴ്സിൻ്റെ കാര്യം ഞാൻ സ്വന്തമായിട്ടാണ് അപ്ലൈ ചെയ്തത്. ഞാൻ ഇതിനെക്കുറിച്ച് കുറേ റിസർച്ച് നടത്തി. എനിക്ക് പിന്നെ ഒരു പ്രോപ്പർ ഗൈഡൻസും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ ഇട്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. പിന്നെ നിങ്ങൾക്കും ഇതുപോലെ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഒരുപാട് പേര് ഇങ്ങനെ മാസ്റ്റേഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യുന്നതും കൊണ്ടും ഐ വിൽ ഹെൽപ്പ് യു.
ഓർ നഴ്സിംഗ് ബെറ്റർ? സോ MBA ആണോ നഴ്സിംഗ് ആണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുന്നത് അല്ലെങ്കിൽ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നഴ്സിംഗ് ആണ്. അതിപ്പം ഈ ജർമ്മനി എന്നല്ല ഏത് രാജ്യത്താണെങ്കിലും നഴ്സിംഗ് ഫീൽഡിലുള്ള സെക്യൂരിറ്റി വേറെ ഒരു ഇതിലും കിട്ടത്തില്ല. പക്ഷേ അതിൽ കുറേ ഡിഫക്ട്സ് ഉണ്ട്. നമുക്ക് പകുതി ലീവേ കിട്ടൂ, 2 ശനി ഞായറും ഇവിടെ മസ്റ്റായിട്ട് വർക്ക് ചെയ്യണം. ഇതുപോലെ നട്ടലിൻ്റെ കാര്യം, ആരോഗ്യം, നൈറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ നൈറ്റ് ചെയ്യുന്നത് ബയോളജിക്കൽ ക്ലോക്കിന് അത്രയ്ക്കും നല്ലതല്ല. പിന്നെ നമുക്കൊരു സാലറി ഉണ്ട് ഇവിടുത്തെ ജർമ്മനിലെ കാര്യം, ഒരു താരിഫുണ്ട്. ഈ താരിഫ് ഇൻക്രീസ് ആവണമെങ്കിൽ ആദ്യം 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇൻക്രിമെൻറ്റ്, പിന്നെ 5, പിന്നെ 7, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ഇൻക്രിമെൻറ്റ് കിട്ടുന്ന ഒരു ലിമിറ്റ് കൂടുതൽ നമുക്ക് സാലറി കിട്ടത്തില്ല. പക്ഷേ MBA എന്ന് പറഞ്ഞാൽ ജോബ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ജോബ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്തുമാത്രം ഉണ്ടെന്ന് വെച്ചാൽ നഴ്സിങ്ങിന് അത്രയില്ല. ബട്ട് ദർ ആർ പോസിബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ലീവും കിട്ടും. നമ്മൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്. ഒരാളുടെ ജീവൻ വെച്ചിട്ടുള്ളൊരു പരിപാടിയല്ല. പിന്നെ നൈറ്റ് ചെയ്യേണ്ട, ഓവർ ടൈം വേണമെങ്കിൽ ചെയ്താൽ മതി. ഇങ്ങനെയുള്ള ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് ജോബ് സെക്യൂരിറ്റി എന്നുള്ളത് മാത്രമാണ് മിക്കവരും കാണുന്നത്. ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് നമുക്കൊരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇവിടെ ഇത്രയും സാലറി കൊടുക്കണമെന്ന് ഇവിടുത്തെ റൂളുണ്ട്. സോ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ BSc നഴ്സിംഗ് MSc കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൗസ് ബിൽഡിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതിനൊരു വ്യത്യാസം വരുന്നില്ല, നമ്മൾ അതിൽ ജോലി ചെയ്യണം. പക്ഷേ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു കാര്യത്തിനും ഇവിടെ ഇത്ര സാലറി കൊടുക്കണം. പിന്നെ എക്സ്പീരിയൻസ് കഴിഞ്ഞനുസരിച്ച് അടിപൊളി ഭയങ്കര സാലറി ഇൻക്രിമെൻ്റ് ആണ്. പൊസിഷൻസ് ആർ ചേഞ്ചിങ്. നമ്മളൊരു ബേസിക് ആർബൈറ്ററായിട്ട് കയറിയാൽ പോലും നമുക്ക് മാസ്റ്റേഴ്സ് ഉള്ളതനുസരിച്ച് നമ്മുടെ പൊസിഷൻസ് ചേഞ്ച് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. MBAയും നഴ്സിംഗും തമ്മിൽ സാലറി ഡിഫറൻസ് ഉണ്ടോ? ദർ ഈസ് എ ഹ്യൂജ് ഡിഫറൻസ്. പക്ഷെ നമുക്ക് സ്റ്റാർട്ടിങ് ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. അത് വലിയൊരു സത്യമാണ്. ബിക്കോസ് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് നമുക്കൊരു ബ്രൂട്ടോ 2700 തൊട്ടാണ് നമ്മുടെ ഇവിടെ ബേസിക് സാലറി വരുന്നത്, ബ്രൂട്ടോ അല്ല നെറ്റോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അക്കൗണ്ടിൽ കയറുന്ന ഒരു എമൗണ്ടാണ്. പക്ഷേ എന്നാലും ഒരുപാട് പേര് നൈറ്റ് ഈവനിങ് പോകാനുണ്ട്. ഇതെല്ലാം ചെയ്ത് വരുന്നതനുസരിച്ച് സാലറി കൂടും. പക്ഷെ അപ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെടുന്നു. പക്ഷേ MBAക്ക് ഒരു സ്റ്റാർട്ടിങ് ബേസിക് സാലറി എന്ന് പറയുന്നത് കുറവായിരിക്കും തീർച്ചയായിട്ടും. പക്ഷെ ഒരു 5-6 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ പൊസിഷൻസ് മാറും, സാലറി ഹൈക്ക് ഭയങ്കരമായിട്ട് കൂടും. ഇവിടെ പ്രൊജക്ട് മാനേജ്മെന്റ് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെ സാലറി നിങ്ങൾ ലിങ്ക്ഡിൻ ആണെങ്കിലും അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ വരുന്ന ഇങ്ങനത്തെ ജോബിന്റെ സാലറി ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഞെട്ടും. നമുക്ക് ഏറ്റവും കൂടുതൽ IT-ക്കാട്ടിലും സാലറി കിട്ടുന്ന ഒരു ഫീൽഡ് തന്നെയാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ആ പൊസിഷനിലോട്ട് എത്താൻ നല്ല സ്ട്രഗിൾ ഉണ്ട്. നമ്മൾ വർഷങ്ങളോളം അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം. ലാംഗ്വേജ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം, നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. അതെല്ലാം നമ്മൾ ചെയ്താൽ മാത്രമേ എത്തത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബേസിക്കിൽ തന്നെ നിൽക്കേണ്ടി വരും. പക്ഷേ മറ്റേതിൻ്റെ ആ ഒരു കഷ്ടപ്പാട് ഇവിടെ ഇല്ല. കഷ്ടപ്പെട്ടാലേ സാലറി കിട്ടുമോ എനിക്കറിയാം. പക്ഷേ കഷ്ടപ്പെട്ടും സാലറി മേടിക്കാം, കഷ്ടപ്പെടാതെയും ആ സാലറി മേടിക്കാം. അത് ഓരോരുത്തരുടെ ഓപ്ഷൻസാണ്. നമുക്ക് ഈ ഒരു ജോബ് കിട്ടാൻ ഇപ്പോൾ MBAയുടെ ബേസിൽ നഴ്സിംഗ് കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്തെന്ന് പറഞ്ഞ് ജോബ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടത്തില്ല. നമ്മൾ മിനിമം ആദ്യം ഒരു ഇന്റേൺഷിപ്പ് എങ്കിലും ചെയ്യണം. എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്കൊരു എക്സ്പീരിയൻസ് പോലും ഈ മാസ്റ്റേഴ്സിൻ്റെ ബേസിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സെക്ടർ ഇല്ലാത്തതുകൊണ്ട് ജോബ് കിട്ടാൻ നമുക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്റേൺഷിപ്പാണ്. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറേ ജോബ് നോക്കിയായിരുന്നു. എനിക്ക് ഒരിടത്തുനിന്നും ജോബ് വന്നിട്ടില്ല. എല്ലായിടത്തും റിജക്ഷൻ. രാവിലെ എനിക്ക് ഇവിടെ റിജക്ഷൻ കാണുമ്പോൾ തലാർക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ വർക്ക് സ്റ്റുഡൻറ്റ് ചെയ്യാനുള്ള ഇത് ഓൾറെഡി എനിക്ക് കഴിഞ്ഞു. അപ്പം ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ഞാൻ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്ത് ഇന്റേൺഷിപ്പ് കിട്ടി. ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് ജോബ് ഇൻ്റർവ്യൂസ് വന്നു തുടങ്ങിയത്. പിന്നെ എനിക്ക് ഇന്റേൺഷിപ്പ് കിട്ടി, ഞാൻ എവിടെ ഇന്റേൺഷിപ്പ് ചെയ്തതെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അണ്ടറിൽ കമൻറ്റ് ചെയ്താൽ മതി. ചൂസ്.